നമസ്കാരം. കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്ര പൊങ്കാല 2024 മാർച്ച് 8 വെള്ളിയാഴ്ച രാവിലെ 10-ന് ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ഇടമന ഇല്ലത്ത് എൻ ബാലമുരളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പണ്ടാരടുപ്പിൽ തിരികൊളുത്തി. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏതാണ്ട് അത്രത്തോളം തന്നെ സ്ത്രീ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ പൊങ്കാലയാണ് കൊല്ലം പുതിയകാവ് പൊങ്കാല. ഈ വർഷത്തെ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രിയാണ്. അതിനേക്കാൾ ഞങ്ങൾ പ്രാധാന്യം കാണുന്നത് ലോക വനിതാ ദിനം കൂടിയാണ്. ആ വനിതാ ദിനത്തിൽ ഇത്രയും സ്ത്രീകളെ, ഇത്രയും അമ്മമാരെ, സഹോദരിമാരെ ഒരു ആദർശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ നിറവിൽ സമന്വയിപ്പിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഈ ക്ഷേത്ര കമ്മിറ്റി വിലയിരുത്തുന്നത്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കൊല്ലം കോർപ്പറേഷൻ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, കൊല്ലം ജില്ലാ ആശുപത്രി, വാട്ടർ അതോറിറ്റി, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അധികാരികൾ, കൊല്ലം പോലീസ് അധികാരികൾ തുടങ്ങി സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പൊങ്കാലയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂടിൻ്റെ വലിയ അസഹനീയമായിട്ടുള്ള ഈ അവസ്ഥയിൽ ഇത്തവണ കൃത്യം 10 മണിക്ക് തന്നെ പൊങ്കാല ആരംഭിക്കുകയും 12 മണിക്ക് തന്നെ തീർത്ഥം തളിച്ച് ഏതാണ്ട് 12:30 പരമാവധി 1 മണിക്ക് മുമ്പ് തന്നെ ഭക്തർക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. നമ്മുടെ എന്തെങ്കിലും ഇപ്പം നിർജ്ജലീകരണം ഉണ്ടായി, കാരണം കുടിവെള്ളം നമുക്ക് ധാരാളം കുടിച്ചെങ്കിൽ മാത്രമേ മതിയാവും. അതിനു വേണ്ടിയിട്ട് മിൽമ, അതുപോലെ റെഡ് ക്രോസ് തുടങ്ങിയ സംഘടനകൾ സദാസമയവും എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളവും അതുപോലെ മോര്, മറ്റ് ലഘു പാനീയങ്ങളൊക്കെ എത്തിക്കുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അഥവാ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാവുകയാണെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കൊല്ലം പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരു ഡോക്ടർമാരുടെ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഡോക്ടർമാരുടെ മറ്റൊരു സംഘമുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഒരു ഡോക്ടർമാരുടെ മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നു. കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നു. അങ്ങനെ 5 ടീമുകൾ വിവിധ സ്ഥലങ്ങളിൽ ഈ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘം ഏതവസരത്തിലും എന്തും നേരിടാൻ തരത്തിൽ സേവാഭാരതിയുടെ സജ്ജീകരണത്തോടു കൂടി, സഹായത്തോടു കൂടിയിട്ട് വനിതാ വോളണ്ടിയർമാർ ഉൾപ്പെടെ സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ നിന്നും, അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പൊങ്കാല മഹോത്സവം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായ സംസ്ഥാന തലത്തിലെ ശുചിത്വ മിഷന്റെയും സഹകരണത്തോടെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തപ്പെട്ടത്. പൊങ്കാലയ്ക്ക് ശേഷം ക്ഷേത്രമുറ്റത്ത് ഭക്തി നിർഭരമായ മഞ്ഞ നീരാട്ടും നടത്തപ്പെട്ടു. കരുതൽ ന്യൂസ്, കൊല്ലം.